ഈ ദുനിയാവിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ ധാരാളമുണ്ട് സഹാബ. അലാമത്തുൻ സുഗറ വഅലാമത്തുൻ കുബറ. ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ പ്രവാചകൻ എണ്ണുകയാണ് യക്ഫുറു ശുർബുൽ ഖംരി. സ്വഹാബ കള്ളുകൂടി അധികരിക്കുമേ, ലഹരിയുടെ ഉപയോഗം വല്ലാതെ കൂടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ആദരവായ പ്രവാചകനെ പറഞ്ഞത് 1400 വർഷം മുമ്പ് പറഞ്ഞത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നേർക്ക് നേരെ കാണുകയല്ലയോ? എത്രയോ ആളുകളാണ് സമ്പന്നതയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്, എത്രയോ ആളുകളാണ് ലഹരി ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചുകൊണ്ട് സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിക്കുന്നത്. നഊദു ബില്ലാഹ്. സ്വന്തം കുടുംബവുമായി ഒന്നിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്ന ആളുകൾ പോലും ഇന്ന് സമൂഹത്തിലില്ലയോ? ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മൻ മാത മുദ്മിനം ബിൽ ഖംരി യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ് സ്വഹാബ. ഈ ദുനിയാവിൽ കള്ള് കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ആളുകൾ, ലഹരി കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ഏത് ചെറുപ്പക്കാരനുണ്ടോ, ഏതൊരു സഹോദരനുണ്ടോ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഈ ദുനിയാവിൽ കള്ള് കുടിക്കുന്നവൻ, ലഹരി നുണയുന്നവൻ, മോശപ്പെട്ടതാകുന്ന രീതിയിൽ കള്ളും കഞ്ചാവുമായിട്ടുള്ള ജീവിതോപാധിയുമായി കടന്നു പോകുന്നവൻ യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. മുശ്രിക്കുകളെ പോലെ ലാത്തയും ഉസ്സയും എന്ന് പറയുന്ന ബിംബങ്ങളെ കൈകൊണ്ട് നിർമ്മിച്ച് ആരാധിച്ച് ചത്തൊടുങ്ങിയതാകുന്ന കാഫിരീങ്ങളെ പോലെ കാഫിറായി ചത്തുപോകുമേ ഈ ലോകത്ത് നിന്ന്, എന്റെ ഉമ്മത്തിൽ നിന്ന് കള്ളു കുടിക്കുന്നവരെന്ന് ഹബീബായ റസൂലുള്ളാഹി പഠിച്ചു വെക്കേണ്ട പാഠമാണ്. വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് സമാഗതമായ സന്ദർഭമാണ്. ഈ സമയത്ത് അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് നിലകൊള്ളേണ്ട സമയമാണ്. പെങ്ങളെ, ചെറുപ്പക്കാരാ, സഹോദരാ, രക്ഷിതാക്കളെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും കള്ളും കഞ്ചാവോ അത്തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങളുമായി ബന്ധം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയുടെ യാമത്തിൽ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ. കാരണം നിസ്സാരമല്ല, മരണം മോശമായ രീതിയിലാണ്, കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഖാലൂ, സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ് അറഅയ്ത മുദ്മിനം ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. നബിയേ, അവിടുന്ന് പറഞ്ഞതാകുന്ന കള്ളു കുടിക്കുന്നവൻ 24 മണിക്കൂറും കള്ളു കുടിക്കുന്നവനെ കുറിച്ചാണോ? മുദ്മിൻ എന്ന പദത്തിന്റെ അർത്ഥം മിനിങ്ങി നടക്കുക എന്നല്ലയോ? സദാസമയം കള്ളു കുടിച്ചുകൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് നടക്കുന്നവനെ കുറിച്ചാണോ തങ്ങൾ ഈ പറഞ്ഞത് എന്ന് ആദരവായ പ്രവാചകരോട് ചോദിക്കുമ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടനെ തിരുത്തുകയാണല്ല. അല്ല സഹാബ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ 24 മണിക്കൂറും കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവൻ കാഫിറായി ചത്തുപോകുമെന്നല്ല, മറിച്ച് വലാകിൻ യശറബുഹാ ഹീന വജദഹാ വലൗ ബഅദ സിനീൻ. വർഷങ്ങൾക്ക് ശേഷം നിന്റെ കൂട്ടുകാരൻ മുഖേന നിർബന്ധിച്ച് ഒരു ചെറിയ ഗ്ലാസിൽ, ഒരു ചെറിയ കുപ്പിയിൽ ഒരൽപ്പമേ കുടിച്ചിട്ടുള്ളൂ, അവന്റെ നാവിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ, അവന്റെ ആമാശയത്തിലൂടെ അവന്റെ ഉദരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളൂ. ഒരു ചെറിയ കവിൾത്തടം മാത്രമാണ് കുടിച്ചിട്ടുള്ളത്. ഫുള്ളായ ഒരു ബോട്ടിന് കുടിച്ചവനല്ല, ഒരു കാട്ടർ പരിപൂർണമായി കുടിച്ചു തീർത്തവനല്ല. തന്റെ കൂട്ടുകാരൻ മുഖേന അവൻ നിർബന്ധിച്ച
സംബന്ധിച്ചപ്പോ ഒരു ക്രിസ്മസിന്റെ രാവിൽ, ഒരു ന്യൂ ഇയറിന്റെ രാവിൽ, ഒരു ഓണത്തിന്റെ തലേന്ന് ഒരു വാപ്പ മരിച്ചതാകുന്ന ടെൻഷനിൽ, ഉമ്മ മരണപ്പെട്ടു പോയതാകുന്ന വിയോഗത്തിന്റെ ടെൻഷൻ മാറാൻ കൂട്ടുകാര് നിർബന്ധിച്ചപ്പോ കുടിച്ചു പോയതാണ്. പക്ഷെ ഒരു ചെറിയ കവിളുത്തടം കുടിച്ചാൽ തന്നെ കാഫിറായിട്ടാണ് ചത്തുപോകുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി. നിസാരമായ സംഗതിയല്ല ചെറുപ്പക്കാരാ. ഇന്ന് ലഹരി ഉപയോഗിക്കുന്നവർ എത്രയാണ്. നഊദു ബില്ലാഹ്. ആധുനിക ചെറുപ്പക്കാര് മുഴുവനും ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബരാസ്വാദനങ്ങൾ രുചിക്കുമ്പോ എത്രയോ ചെറുപ്പക്കാർ, എത്രയോ സഹോദരിമാർ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിലകൊള്ളുകയല്ലയോ. ക്യാമ്പസുകളിൽ പഠിക്കുന്നതാകുന്ന പെൺകുടികൾ 10ാം ക്ലാസിന്റെയും +2വിന്റെയും ഒക്കെ ക്ലാസുകൾ അവസാനിപ്പിച്ചിട്ട് ക്ലാസ് പിരിയുമ്പോൾ സെന്റ് ഓഫ് എന്ന പേരിൽ നടത്തുന്ന കൂത്തരങ്ങുകൾ നഊദു ബില്ലാഹ്. കണ്ടില്ലേ നിങ്ങൾ മലബാർ ക്രിസ്ത്യൻ കോളേജിലുണ്ടായ വാഹന അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹത്തിൽ വൈറലായില്ലയോ? എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ സഹോദരിമാരാണ് തന്റെ കാമുകനുമായി പരസ്യമായി കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബനം കൊടുക്കുന്ന രംഗങ്ങൾ ഈ സമൂഹം നേരെ കാണുകയല്ലയോ? പരസ്യമായി കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, ലഹരി കൊണഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാണ്, ചുംബനം നടത്തിക്കൊണ്ട് നിലകൊള്ളുകയാണ്. ഞങ്ങളിതാ വേർപിരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി ഡാൻസും കൂത്തരങ്ങളുമായി നിലകൊള്ളുന്ന സമൂഹമാണ്. നഊദു ബില്ലാഹ്. ആരുടെ ഉമ്മത്താണ്, ആരുടെ സമുദായമാണ്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് വിശുദ്ധമായ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ സമുദായത്തിന്റെ നീചമായ പ്രവർത്തനങ്ങൾ ഇന്ന് ഈ സമൂഹം നേരെ കാണുകയല്ലയോ? ആദരവായ പ്രവാചകൻ 1400 വർഷം മുമ്പ് സ്വഹാബത്തിനോട് പറഞ്ഞതാണ്, സഹാബ ആരാണ് കള്ളു കുടിക്കുന്നത്, ആരാണ് ലഹരി നുണയുന്നത്? അവൻ കള്ളു കുടിക്കുമ്പോഴും ലഹരി നുണയുമ്പോഴും അവന്റെ ഈമാനിനെ ഊരപ്പെടുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മൻ ശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ. നഊദു ബില്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ അവൻ ലഹരി നുണഞ്ഞാൽ, അവൻ കള്ളു കുടിച്ചാൽ, അവൻ മോശമായ തലത്തിലേക്ക് ചന്റെ തുണ്ടുകളെ കൊണ്ടുപോയാൽ, മാരകമാകുന്ന MDMA പോലെയുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ മക്കളെ വരെ ഇന്ന് സമൂഹം കാണുകയാണ്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ യൻസിഉ മിൻഹുൽ ഈമാനു, അവനിൽ നിന്ന് വിശ്വാസം ഊരപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഏതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ഒരു ഉപമ പറയുകയാണ്. കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. മനുഷ്യൻ അവനിട്ടിരിക്കുന്ന വസ്ത്രം അവന്റെ തലവഴി ഊരുന്നത് പോലെ ഈമാൻ സെക്കൻഡ് ബൈ സെക്കൻഡിൽ നഷ്ടപ്പെട്ടു പോകുമേ കള്ളു കുടിക്കുന്നവനിൽ നിന്നെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളു കുടിക്കുമ്പോൾ തന്നെ യൻസിഉ മിൻഹുൽ ഈമാൻ, വിശ്വാസം ഉയർത്തപ്പെട്ടു പോകും, ഈമാൻ ഇല്ലാതാകും. ഏതുപോലെ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ഞാൻ ഇട്ടിരിക്കുന്നത് ഖമീസാൻ, നീളക്കുപ്പായം. ഈ നീളക്കുപ്പായം സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ ഇടുന്ന നിസ്കാരക്കുപ്പായം, അതിങ്ങനെ തലവഴി ഊരുന്നത് പോലെ അത്ര ലാഘവത്തോടുകൂടി വളരെ സ്പീഡിൽ അവരിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല പറഞ്ഞ ഈമാൻ ഊരപ്പെട്ട പിന്നെന്തായി? കാഫിർ. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ തൗബ ചെയ്യൽ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് എത്തിപ്പെടുന്നതാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. റക്കാമീൻ പറയും അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിന് പറ്റിയ ഏറ്റവും നല്ല സമയമാണ് നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത്. ഏതാ സമയം? റമളാനിന് അടുത്ത് നിൽക്കുന്ന സമയം. മാഷാ അല്ലാഹ്. എന്താ റമളാൻ? അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ ഷഫിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തിരിക്കുന്നു, ഇദാ ജാ റമളാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ റമളാൻ കടന്നു വന്നാൽ ആകാശലോകമിതാ അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജീകരിക്കുകയാണ്. ഫുത്തിഹത് അബ്വാബുൽ ജന്ന. 11 വർഷം കൊണ്ട് അലങ്കരിച്ചതായ പവിത്രമാക്കപ്പെട്ടതായ സ്വർഗം, അതിന്റെ കവാടങ്ങൾ തുറന്നിടുകയാണ്. 11 വർഷം അല്ലാഹു മലക്കുകൾ മുഖേന അലങ്കരിച്ചതാകുന്ന സ്വർഗത്തെ അല്ലാഹു തുറന്നിട്ട് കൊടുക്കുകയാണ്. വഖുല്ലിഖത് അബ്വാബുൻ നാർ. നരകത്തിന്റെ വാതിലുകളെ കൊട്ടിയടക്കപ്പെടുകയാണ്. തീർന്നില്ല. വസുഫിദതി ശയാതീനു. പിശാചുക്കളെ ചങ്ങലക്കിടുകയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മനോഹരമായ ശ്രേഷ്ഠതമാകുന്ന മാസമാണ് റമളാൻ. അവ്വലുഹു റഹ്മത്തുൻ. അതിന്റെ ആദ്യത്തെ 10 കാരുണ്യമാണ് സഹാബ. അതിന്റെ രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെ 10ആണ്. അതിന്റെ മൂന്നാമത്തെ 10 നരകീയ മോചനത്തിന്റെ 10ആണെന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകനെ പറയുകയാണ്, യത്തലിഉല്ലാഹു അലാ ഇബാദിഹി ഫീ അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ. പരിശുദ്ധമായ റമളാനിലെ ആദ്യ രാത്രി സമാഗതമായാൽ സുബ്ഹാനല്ലാഹ്, ആ റമളാനിന്റെ ആദ്യ രാത്രിയിലേക്ക് എത്തുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്റെ സൃഷ്ടികളിലേക്ക് നോക്കുമത്രേ. യൻദുറുല്ലാഹു ഇലാ ഇബാദിഹി. ലോകത്തുള്ളതാകുന്ന അവന്റെ അടിമകളിലേക്ക്, അവന്റെ സൃഷ്ടികളിലേക്ക് വന്ന് നോക്കുകയാണ്. മനുഷ്യരിൽ ആരാണ് റബ്ബിന് വേണ്ടി ഇബാദത്തെടുക്കുന്നവർ? ഇബാദത്തെടുക്കുന്ന സൃഷ്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുമത്രേ. നളറ റഹ്മത്തിൻ. കാരുണ്യത്തിന്റെ ഒരു നോട്ടം അല്ലാഹു ആ രാത്രിയിൽ നോക്കുകയാണ്. ലോകത്ത് ഒരു ദിവസവും അല്ലാഹു ആ രീതിയിലുള്ള നോട്ടം നടത്തൂല സഹാബ. ഒരു രാത്രിയിലും ആ രീതിയിലുള്ള നോട്ടം അല്ലാഹു നോക്കൂല സഹാബ. പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ രാത്രിയാണ്. തൗബ ചെയ്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാഥനായ റബ്ബിലേക്ക് തന്റെ പാപങ്ങൾ പരിപൂർണമായി പൊറുപ്പിച്ചെടുക്കുന്ന ഏതൊരു വിശ്വാസിയുണ്ടോ, ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ, അവരിലേക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയാണ്. ആദരവായ പ്രവാചകൻ തുടർത്തി പറയുകയാണ്, മൻ നളറല്ലാഹു ഇലൈഹി നളറത റഹ്മ. സഹാബ ആർക്കാണ് ആ രാത്രിയിൽ അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയിട്ടുള്ളത്? അവനെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. ലം യുഅദ്ദിബുഹു അബദാ. പിന്നീട് ഒരിക്കലും അല്ലാഹു അവനെ ശിക്ഷിക്കുകയില്ല. ഖബറിൽ അവന് സന്തോഷമാണ്, മഹ്ശറിൽ അവന് ആനന്ദമാണ്, അവന് സിറാത്ത് പാലം വേഗത്തിൽ കടക്കാൻ നിദാനമാണ്, അവന് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്കുള്ള പ്രയാണം എളുപ്പമാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ പഠിച്ചു വെക്കേണ്ട അധ്യാപനമാണ്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, വിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ രാത്രിയിലാണ് അല്ലാഹുവിന്റെ തിരുനോട്ടമുണ്ടാവുക. അന്ന് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതായ ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ, അവർക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നൽകുകയാണ്. ആ നോട്ടം കിട്ടിയാൽ പിന്നീട് ഒരിക്കലും അല്ലാഹു അവനെ ശിക്ഷിക്കുകയേ ഇല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനെന്ത് വേണം? എന്ത് വേണം? പഴയ തൗബ ചെയ്ത് നിലകൊള്ളണം.
അല്ലാതെ അന്നത്തെ രാത്രി മാത്രം പടച്ചവനെ എന്ന് പറഞ്ഞ് നിന്നാ പോരാ. നേരത്തെ തന്നെ എല്ലാ അശ്ലീലതകളും ഒഴിവാക്കി നമ്മൾ ഈ മജ്‌ലിസിൽ വെച്ചതുകൊണ്ട് തന്നെ ദുആ ചെയ്ത് പിരിയണം. ഇൻഷാ അല്ലാഹ്. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, ഉറക്കെ പറയും. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ട് നിലകൊണ്ടിട്ടുള്ള മുഴുവൻ സഹോദര സഹോദരിമാർക്കും ഞങ്ങൾ ഈ മജ്‌ലിസ് പിരിയുന്നത് വരെ നിലകൊള്ളുവാനും തൗബ ചെയ്തുകൊണ്ട് നിന്നിലേക്ക് പാപം പൊറുപ്പിച്ചെടുക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകണേ. ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅല്ലിമുനാ ഹാദിഹിൽ കലിമാത്ത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നു. ഏതാണെന്നറിയണ്ടയോ? അല്ലാഹുമ്മ സല്ലിംനി ഇലാ റമളാൻ വസല്ലിം റമളാന ലീ വതസല്ലംഹു മിന്നി മുതഖബ്ബലാ. ബഹുമാനപ്പെട്ട ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ആദരവായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ചില കലിമത്തുകളെ, ചില ദുആകളെ ശഅബാനിന്റെ അവസാന സമയത്ത് പഠിപ്പിച്ചു തന്നു. ശ്രദ്ധിക്കണേ, ഇപ്പൊ നമ്മൾ ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ് ഈ സമയത്ത് പഠിക്കുകയും അമൽ ചെയ്യുകയും ചെയ്യേണ്ട പ്രാർത്ഥന. അല്ലാഹു ഇത് പഠിക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നൽകട്ടെ. ശഅബാനിന്റെ അവസാന സമയങ്ങളിൽ ഞങ്ങൾ ചെയ്തിരുന്ന പ്രാർത്ഥനയാണ്. എന്താണെന്നറിയോ? കേട്ടോ, ഇതാണ് ദുആ. അല്ലാഹുമ്മ സല്ലിംനി ഇലാ റമളാൻ. അല്ലാഹുവേ പടച്ച റബ്ബേ, എന്നെ റമളാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഈ സമയത്തുള്ള ദുആ. നമ്മൾ മറ്റു ദുആ ചെയ്യുന്നുണ്ട്. ഏത് ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇപ്പോ ദുആ രക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ട്. ഈ സമയത്തും ദുആ ചെയ്യേണ്ട ദുആ ആണ്. കാരണം അതിന്റെ ലാസ്റ്റ് എന്താണുള്ളത്? വബല്ലിഗ്നാ റമളാൻ. റമളാനിനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ എന്നാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിക്കേണ്ട പരിപാടിയാണ്. അതിനകത്ത് മെയിൻ അതാണ്. നോമ്പ് എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ പ്രകൃതിയാൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി അല്ല. മനുഷ്യ സഹജമായി നോമ്പ് പിടിക്കുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അവന്റെ ശരീരത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് മനുഷ്യ സഹജമായി ആരും തന്നെ ഇഷ്ടപ്പെടുന്നതല്ല എന്ത് നോമ്പ്. കാരണം പകൽ മുഴുവനും എന്ത് ചെയ്യണം? പട്ടിണി കിടക്കണം. പട്ടിണി കിടക്കുക മാത്രമല്ല, അനുവദിക്കപ്പെട്ട പല കാര്യങ്ങളും തന്നെ വേണ്ട എന്ന് പറയുന്ന സമയവും സന്ദർഭവും. ഉദാഹരണം, ഭാര്യയുമായിട്ടുള്ള ബന്ധം, അത് പരിപൂർണമായി ആ ശാരീരിക ബന്ധം വിച്ഛേദിക്കേണ്ട സമയം. ആ സമയത്ത് പാടില്ല. ഹലാലാണ്, പക്ഷെ ഈ സമയത്ത് ചെയ്യാൻ പാടില്ല. ഹലാലായ സംഗതികൾ പോലും ആ സമയത്ത് ചെയ്യൽ, നോമ്പ് പിടിച്ച സമയത്ത് ചെയ്യൽ നിഷിദ്ധമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നിലകൊള്ളുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമായി മനസ്സിന് വലിയ വെറുപ്പുള്ളതാണ്. മനുഷ്യ പ്രകൃതം അങ്ങനെയാണ് സാധാരണ രീതി. എന്നിട്ടും മനുഷ്യൻ തേടുകയാണ്, റമളാനിനെ എത്തിക്കണേ, റമളാനിനെ എത്തിക്കണേ, റമളാനിനെ എത്തിക്കണേ അല്ലാഹ് എന്ന് തേടുക അല്ലേ? അങ്ങനെയാണ് ദ്വാരക്കുന്നത്. അതിന്റെ അർത്ഥം അതാണ്, റമളാൻ. അർത്ഥം എന്താ? റമളാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ. കാരണം എന്താ? റമളാൻ അത്രമേൽ പ്രധാനമായ മാസമായതുകൊണ്ടാണ്. ആ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ റസൂലുള്ള ഒരു ദുആ കൂടി പഠിപ്പിക്കാൻ. ആ ദുആ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അത് ഏതുവരെ ദുആ രക്കണം? ശഅബാന്റെ ലാസ്റ്റ് സമയം വരെ ദുആ രക്കേണ്ട ദുആ ആണത്. അതോടൊപ്പം തന്നെ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആ, ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു സ്വഹാബിയാകുന്ന വ്യക്തി പറയുന്നു, കാന യുഅല്ലിമുനാ അൽ കലിമാത്ത്, ചില വചനങ്ങൾ നബി തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു. ശഅബാനിന്റെ ലാസ്റ്റ് സമയത്ത് ദുആ ചെയ്യണം. ഏതാണത്? അല്ലാഹുമ്മ സല്ലിംനി ഇലാ റമളാൻ. അല്ലാഹുവേ, ഞങ്ങളെ റമളാനിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്.
റമദാനിലേക്ക് എത്തിക്കണം. റമദാൻ അടുത്തു, ഇനി പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് അല്ലാഹു അത് നീ വേണ്ട, ഇനി ഞങ്ങൾക്ക് റമദാൻ തന്നിട്ട്. കാരണം ജീവിതത്തിൽ ഒരു റമദാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല അല്ലേ? 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു രാവ് തന്നെ ഈ പരിശുദ്ധമായ മാസത്തിലുണ്ട്. 1000 മാസങ്ങൾ ഇബാദത്ത് അനുഷ്ഠിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠത ഒരിക്കലും എന്തല്ല 1000 മാസം ഇബാദത്ത് എടുക്കുന്ന ഗുണമല്ല, അതിനേക്കാൾ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയാണ്. എത്രയാണെന്ന് അല്ലാഹു അഅലം. നമ്മൾ കണക്കാക്കും 73 വർഷം 2 മാസം എന്നൊക്കെ പറഞ്ഞ് കണക്കാക്കിയെങ്കിലും അതൊന്നും അല്ല കണക്ക് പ്രകാരം, അതിനേക്കാൾ എന്നാണ് പറഞ്ഞത്. അറബിയുടെ വാക്കിന്റെ വ്യാകരണം പഠിക്കുമ്പോൾ അത് മനസ്സിലാവും, വിശാലമാകുന്ന അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന, സാധാരണ നമുക്ക് ആയുസ് എത്രയാണ്? 60-70 വയസ്സാണ്. ഒരൊറ്റ റമദാനിൽ ലൈലത്തുൽ ഖദ്ർ പരിപൂർണമായി കണ്ടു കിട്ടിയാൽ, അതിൽ ഇബാദത്തെടുത്ത് കിട്ടിയാൽ രക്ഷപ്പെട്ടു. കാരണം 73 വർഷവും 4 മാസവും ഇബാദത്തെടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന അമല് ചെയ്തവനായി അള്ളാഹു ആ ഒറ്റ രാത്രിയിൽ ഇബാദത്തെടുത്താൽ തന്നെ നമുക്ക് അള്ളാഹു രേഖപ്പെടുത്തും. അതുകൊണ്ടാണ് നമ്മൾ അവസാനത്തെ ഒറ്റ രാവുകൾ 21-ാം രാവും 23-ാം രാവും 25-ാം രാവും 27-ാം രാവും 29-ാം രാവും ഒക്കെ പ്രത്യേകമായി ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്നത്. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, തഹറു ലൈലത്തുൽ ഖദ്രി ഫി അശ്രിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ ഒറ്റ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ശ്രേഷ്ഠത കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ റമദാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചതല്ല, ഇനി അവസാന സമയത്തിട്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ, ഞങ്ങൾ ആ റമദാനിലേക്ക് എത്തിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യാൻ തീർന്നില്ല. വസല്ലം റമദാനലി, ആ റമദാനിനെ എനിക്ക് നീ എത്തിക്കാൻ സൗഭാഗ്യം നൽകണേ അല്ലാ, അഥവാ അതിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റമദാനിനെ എനിക്ക് എത്തിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആദ്യത്തെ ദുആ എന്താണ്? റമദാനിലേക്ക് എനിക്ക് എത്തണം, ഞാൻ അങ്ങോട്ട് റമദാനിലേക്ക് എത്തുക, ആ റമദാൻ മാസം കിട്ടുക, അതാണ് ഉദ്ദേശം. രണ്ടാമത്തേത് റമദാനിൽ ഇബാദത്തെടുക്കാനുള്ള തൗഫീഖ് കിട്ടണം. മാസം കിട്ടിയിട്ട് കാര്യമില്ല, വെറുതെ ആ മാസത്തിൽ സിനിമാ പാട്ടും കേട്ട് സീരിയലും കണ്ട് മോശപ്പെട്ട രീതിയിൽ ജീവിതം കഴിച്ചു പോയെങ്കിൽ ആ മാസം കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് വസല്ലം റമദാനലി, റമദാനിനെ എനിക്ക് കീഴ്പ്പെടുത്തി തരണം, എനിക്ക് ഇബാദത്തെടുക്കാനുള്ള അവസരം താ അല്ലാ. തീർന്നില്ല. വതഖബ്ബൽഹു വതസല്ലംഹു മിന്നി മുതഖബ്ബലാ, ആ റമദാൻ ഞങ്ങളിൽ നിന്ന് വിട പറയിക്കുമ്പോ പരിപൂർണമായി സ്വീകരിക്കപ്പെട്ട അമലുകൾ ചെയ്തവരായി ഉൾപ്പെടുത്തണേ അല്ലാ. ഈ ദുആ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു. ആ ദുആ ഒന്ന് പറയല്ലേ ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് ചൊല്ലിത്തരാം. അല്ലാഹുമ്മ, ഉറക്കെ പറയും, അല്ലാഹുമ്മ സല്ലിംനി ഇലാ റമളാൻ വസല്ലിം റമളാനലി وتقبله مني وتسلمه مني متقبلا. ഈ ദുആ കാണാതെ പഠിച്ച് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ചെയ്തതാകുന്ന പ്രാർത്ഥനയിലൂടെ ആ ദുആ കൊണ്ട് അർത്ഥമാക്കുന്ന സർവ്വവിധ ലക്ഷ്യങ്ങളും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ലൈവായി സദസ്സ് കേൾക്കുന്നവർക്കും അതിന്റെ ഖൈറ ബറകാത്തുകളെ ചൊരിയണേ അല്ലാ. ബഹുമാനപ്പെട്ട മഅല ബിനുൽ ഫളൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനൂ യദ്ഉന അല്ലാഹ സിത്തത അശ്ഹുരിൻ, സ്വഹാബത്തിന്റെ ശൈലിയായിരുന്നു റമദാൻ വരുന്നതിന് 6 മാസം മുമ്പ് ദുആ ചെയ്യും. അയ്യുബല്ലിഗഹും ഇലാ റമദാൻ, റമദാൻ ഞങ്ങൾക്ക് എത്തിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുമായിരുന്നു. റമദാനിന് 2 മാസം മുമ്പാണ് നമ്മൾ ദ്വാരക്കുന്നത്, പരിശുദ്ധ റജബ് മുതൽക്ക് അല്ലേ, റമദാൻ എത്തിക്കണേ. എന്നാൽ സ്വഹാബത്ത് എങ്ങനെയാണ്? 6 മാസം മുമ്പ് ദുആ ചെയ്യും, അല്ലാഹു റമദാൻ ഞങ്ങൾക്ക് നീ എത്തിക്കണേ അല്ലാഹ്.
അല്ലാഹു റമദാൻ എത്തിക്കണേ, റമദാൻ കഴിഞ്ഞിട്ട് ഞങ്ങളെ നീ മരിപ്പിക്കാവുള്ളൂ റബ്ബേ എന്നെടുത്തു ദുആ ചെയ്യും. റമദാൻ കഴിഞ്ഞവർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ വീണ്ടും ദുആ ചെയ്യും. പിന്നീടുള്ള 6 മാസം എന്ത് ദുആ ചെയ്യും? അയ്യതഖബ്ബല അഅമാലഹും. പിന്നീടുള്ള 6 മാസം ദുആ, റമദാനിൽ ചെയ്ത നന്മകൾ സ്വീകരിക്കണേ അല്ലാഹ്. റമദാനിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള അമലുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്യും. അപ്പൊ റമദാനിന് മുമ്പ് റമദാൻ എത്തിക്കാൻ വേണ്ടിയുള്ള ദുആ, റമദാൻ കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള 6 മാസക്കാലം റമദാനിൽ അനുഷ്ഠിച്ച നോമ്പുകൾ, ഇബാദത്തുകൾ, കൊടുത്തു വീട്ടിയ സകാത്തുകൾ, സദഖകൾ, ദാനധർമ്മങ്ങൾ, ഹദിയകൾ, ചെയ്തു വെച്ച ഉംറകൾ, എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാൻ വേണ്ടി പിന്നീടുള്ള 6 മാസം അതാ ദുആ. 6 മാസം കഴിയുമ്പോഴോ പിന്നീടുള്ള 6 മാസം എന്താവും? റമദാൻ കിട്ടാൻ വേണ്ടിയുള്ളതോ. അപ്പൊ വർഷം മുഴുവൻ ഇത് തന്നെ, റമദാൻ കിട്ടാൻ വേണ്ടി തന്നെ. കാരണം എന്താ? റമദാൻ അത്രമേൽ പ്രധാനമാണ്. അതിന്റെ രാവ് നഷ്ടപ്പെടാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒക്കെ പഠിക്കണം ഈ ഉമ്മത്ത്. നമ്മൾ 2 മാസം മുമ്പ് ദുആ ഇറക്കാൻ തുടങ്ങിയിട്ട് തന്നെ ആ ദുആ പോലും കറക്റ്റായി 5 വഖത്തിൽ കൃത്യമായി ദുആ ചെയ്യാത്തവരാണ് നമ്മളിൽ പലരും. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു ബറക്കത്തും ഇല്ല. റജബിലും ശഅബാനിലും ബറക്കത്ത് ചോദിക്കാൻ വേണ്ടി ദുആ നൽകി ഈ ഇരിക്കുന്ന സഹോദര സഹോദരിമാരിൽ എത്ര പേരുണ്ട് ഒരു 30 പ്രാവശ്യമെങ്കിലും ആ ദുആ ഇതുവരെ ചെയ്തവരുണ്ട്? വളരെ കുറവാണ്. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഒന്നും ദ്വാരന്നിട്ടുണ്ടാവും. പലപ്പോഴും നമുക്കത് വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങളെങ്കിലും ശരിക്കും ദുആ ചെയ്ത് ബറക്കത്ത് വാങ്ങിച്ചെടുക്കൽ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊരു വഅദിന്റെ മജ്‌ലിസിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണെന്നറിയോ? എന്താ കിട്ടേണ്ടത്? അറിവാണ്. അതിനാണ് ഇത് ആദ്യം തന്നെ പറയുന്നത്. നമുക്ക് കിട്ടേണ്ടത് വരാതിരിക്കരുത്. ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റമദാനിൽ ശരിക്ക് ഇബാദത്തെടുത്തിട്ട് റമദാനിന് ശേഷം അങ്ങ് വഫാത്തായി ഒരാൾ മരണപ്പെട്ടു. ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റമദാനിൽ ശരിക്ക് ഇബാദത്തെടുത്തു, നോമ്പെല്ലാം അനുഷ്ഠിച്ചു, ഇബാദത്തുകളെല്ലാം കണിശത വെച്ചു, തറാവീഹ് നിസ്കാരമൊക്കെ കറക്റ്റായി പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി നിസ്കരിച്ചു, ഫർളുകൾ ശ്രദ്ധിച്ചു, സ്ത്രീകൾ ശരീരത്തിന്റെ നഗ്നതകൾ മറച്ച് പരിപൂർണമായി ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, രാപ്പകലുകൾ തന്നെ ഇബാദത്തെടുത്ത് റമദാനിനെ ശരിക്കും മുറുകെ പിടിച്ച്. അങ്ങനെ റമദാൻ കഴിഞ്ഞിട്ട് ഒരു ഉമ്മ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒരു ഉപ്പ മരണപ്പെട്ടു, അധികം താമസിക്കാതെ മരണപ്പെട്ടാൽ മാത ഷഹീദ, ഷഹീദിന്റെ കൂലിയായിരിക്കും അവർക്കെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഹദീസാണ് ഇതൊക്കെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, من مات عقيب رمضان أو عقيب عزف أو عقيب حج مات شهيدا. പരിശുദ്ധമായ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചു പോയിട്ടുള്ളതാകുന്ന ഉമ്മ, ഹജ്ജിന് വേണ്ടി പോയി ഹജ്ജ് നിർവഹിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് വഴി അവർ മരണപ്പെട്ടു പോയാൽ അവർക്ക് ഷഹീദിന്റെ കൂലിയാണ്, കൂലിയാണ്. അതേപോലെ തന്നെ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി യുദ്ധത്തിൽ വെച്ചുകൊണ്ട് അവർക്കൊന്നും തന്നെ സംഭവിച്ചില്ല. ആ യുദ്ധം ജയിക്കട്ടെ ജയിക്കാതിരിക്കട്ടെ, ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകൾക്കിടയിൽ തന്നെ മരണപ്പെട്ടു പോയാൽ അവർക്കും ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. മൻ മാത അഖീബ റമളാൻ, പരിശുദ്ധമായ റമളാനിൽ നോമ്പ് നോൽക്കുകയും സകാത്തുകൾ കൊടുക്കുകയും പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ ശ്രദ്ധ വെച്ചുകൊണ്ട് പരിപൂർണമായി നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളതായ ഏതൊരു ഉപ്പയുണ്ടോ ഉമ്മയുണ്ടോ, റമളാൻ കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി എങ്കിൽ അവർക്കും അല്ലാഹു നൽകുന്ന പ്രതിഫലം ഷഹീദിന്റെ കൂലിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു അടയാളമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ വിശദീകരിച്ചു വന്നപ്പോൾ റമദാനുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങൾ നമുക്ക് പറയാൻ ഇപ്പോൾ കാലികമായതുകൊണ്ടെന്ന് പറഞ്ഞത് ശ്രദ്ധിക്കണേ. അപ്പൊ കള്ളു കുടിക്കുന്നവൻ ഈമാൻ ഊരപ്പെട്ടു പോകും, കാഫിറായി ചത്തുപോകും. ഹബീബ് റസൂലുള്ളാഹി
ചെറിയ കാര്യമല്ല. ലഹരി നുണയുന്നു. എത്ര ആളുകളാണ് ഈ കണ്ണൂരിൽ തന്നെ, ഈ അടുത്തിടെ തന്നെ കൊച്ചിയിൽ ദമ്പതിമാരെ പിടിക്കേണ്ടായി. കണ്ണൂരിൽ നിന്നാണ് വന്നത്. സ്ഥലമൊക്കെ വ്യക്തമായിരുന്നു. സോഷ്യൽ മീഡിയ വാർത്തയൊക്കെ വായിക്കുന്നവർക്കറിയാം. കണ്ടു കഴിഞ്ഞാൽ പള്ളിയിലെ പിടിച്ച് ഇമാമത്ത് നിർത്തും. അതുപോലെ താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരാളാണ്. ഒരു കമ്മീസും തലയിൽ ഒരു കെട്ടും കൂടെ കൊടുത്തിട്ട് വേണം ഇമാമത്ത് നിർത്തും. ചീഫ് ഇമാം പോസ്റ്റാക്കി കൊടുക്കും. അങ്ങനത്തെ ആള് മുസാഫാത്ത് ചെയ്തു പോകും. അങ്ങനത്തെ ആള് സ്വന്തം ഭാര്യയായിട്ട് ഇറങ്ങിയിരിക്കാൻ എന്താ പരിപാടി? 1.5 കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നമാകുന്ന MDMA എന്നറിയപ്പെടുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നവുമായിട്ട് കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കച്ചവടം ചെയ്ത് വന്നു പോലീസിന്റെ കൈകളിലായി. ചിന്തിക്കണം, സ്വന്തം മക്കളെ വഴികളിലേക്ക് കൊണ്ടുപോകുന്ന സാധനമാണിതെന്ന് തിരിച്ചറിയാം. ഈ സാധനം കച്ചവടം ചെയ്ത് ബിസിനസ് ചെയ്യുന്നത് ഹലാലല്ല, നിഷിദ്ധമാണ്, ഇതിലൂടെയുള്ള സമ്പാദ്യം ഹറാമാണെന്നുള്ള നല്ല തിരിച്ചറിവുള്ള ആളുകൾ തന്നെ ഇതിനിറങ്ങാൻ. ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇതിന് വശംവദരായി നിലകൊള്ളുന്ന അവസ്ഥ ഇതാണ് സമൂഹം കാണുന്നത്. നമ്മുടെ കൗമ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിറങ്ങാണ്. ഇതിനുമായി ബന്ധപ്പെട്ട് നോക്കൂ നിങ്ങൾ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, പരിപൂർണമായ സംരക്ഷണം നൽകണേ അല്ലാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ലില്ലാഹി അഹദാ അയ്യശ്റബുൽ ഖമറ أن يسقيه من طينة الخبال. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ലില്ലാഹി അഹദാ ലിമൻ യശറബുൽ ഖമറ അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. ഈ ദുനിയാവിൽ ലഹരി നുണയുന്നതായ ആളുകൾ, കള്ളുകുടിക്കുന്നതായ ആളുകൾ, മാരകമാകുന്ന ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവർ ഈ ദുനിയാവിൽ കുടിക്കുന്നതാകുന്ന വസ്തുക്കൾക്ക് പകരമായി നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു ബ്രാൻഡ് നൽകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അയ്യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. നാളെ പടച്ചറബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ അവർക്ക് തീനത്തുൽ ഖബാൽ എന്ന ബ്രാൻഡ് നൽകി അല്ലാഹു അവർക്ക് സമ്മാനിക്കുകയാണ്. ഖാലൂ, സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്. ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവർക്ക് നാളെ ആഖിറത്തിൽ നൽകപ്പെടുന്ന കുപ്പി അത് തീനത്തുൽ ഖബാലാണെന്ന് തങ്ങൾ പറഞ്ഞു. എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ? അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ? അറിയാനുള്ള ആകാംക്ഷയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകൻ പറയുകയാണ്, തൃക്കരിപ്പൂരുള്ള ചെറുപ്പക്കാരെ പഠിക്കണേ. കള്ളു കുടിക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങളുണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങണേ. ആദരവായ പ്രവാചകന് പറയുകയാണ്, അറഖു അഹ്ലിന്നാർ ഔ ഉസാറതു അഹ്ലിന്നാർ. നരകാവകാശികളുടെ ചീഞ്ചലമാണ് സാബ. 3000 വർഷം നിരന്തരമായി രാവും പകലും കത്തിച്ചതാകുന്ന നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടുന്നതാകുന്ന നരകാവകാശികളല്ലയോ, ആ നരകാവകാശികളുടെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്നതായ അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന നുരയും പതയും അവരുടെ കക്ഷത്തിലൂടെ, അവരുടെ കഴുത്തിലൂടെ, അവരുടെ ഗുഹ്യത്തിലൂടെ, അവരുടെ പിൻദ്വാരത്തിലൂടെ, അവരുടെ പിൻദ്വാരത്തിലൂടെ, അവരുടേതാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളിലൂടെ പുറത്തേക്ക് നിർഗളിക്കുന്നതായ മാലിന്യങ്ങളില്ലയോ, ആ മാലിന്യങ്ങൾ മുഴുവനും അടിച്ച് കലക്കിയിട്ട് അത് ജ്യൂസാക്കി ദുർഗന്ധം വമിക്കുന്നതായ ആ മലവും മൂത്രവും മുഴുവനും കൊണ്ടുവന്ന് നിർബന്ധിച്ച് അവനെ കുടിപ്പിക്കുകയാണ്. അറഖു അഹ്ലിന്നാർ.
നരകാവകാശികളുടെ ദുർഗന്ധം നമിക്കുന്ന വിയർപ്പാണ് സ്വഹാബ. ഔ ഉസാറത്തു അഹ്ലിന്നാർ, നരകാവകാശികളുടെ ചീഞ്ചലം കൊണ്ടുള്ള ജ്യൂസാണ് അവർക്ക് നൽകുന്നത്. അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്നതായ ഏറ്റവും വൃത്തിഹീനമാകുന്ന ദുർഗന്ധമാകുന്ന വിയർപ്പ്, നഊദുബില്ലാ, ഈ ദുനിയാവിൽ തന്നെ എത്ര നാറ്റമാണ് അതിനുള്ളത്. ഈ ദുനിയാവിൽ തന്നെ എത്ര നാറ്റമാണ് മലവും മൂത്രത്തിനുമുള്ളത്. മനുഷ്യ, നിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നതായ വിയർപ്പിന്റെ കണികകൾക്കുള്ളത് അതെല്ലാം കൂടി ചേർത്ത് വെക്കുകയാണ്. നാളെ ആഖിറത്തിൽ വല്ലാത്ത നാറ്റമായിരിക്കും. അതെല്ലാം കൂടി ജ്യൂസാക്കിയിട്ട് നിന്റെ വായിലേക്ക് സമാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ ഒഴിച്ചു തരുകയാണ്. വേണ്ട എന്ന് പറഞ്ഞാലും നിർബന്ധിച്ചുകൊണ്ട് കുടിപ്പിക്കമേ. അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ. ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവരെ, ഖുർആനിന്റെ വചനങ്ങളെ കാറ്റിൽ പറത്തി ജീവിക്കുന്നവരെ, ആ ഖുർആനിന്റെ വാക്കുകളെ തിരസ്കരിച്ചുകൊണ്ട് മോശമായ ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരാ, കള്ളം കഞ്ചാവിനടിമപ്പെട്ട ജീവിതം നയിക്കുന്ന സമൂഹമേ, സമൂഹമേ, ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ വരെ നാവിനടിയിൽ വെച്ചുകൊണ്ട് ചവച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് പോലും മടിയില്ലാതെ ഉളുപ്പില്ലാതെ കടന്നു വരുന്നതായ ചെറുപ്പക്കാരില്ലയോ? നഊദുബില്ലാ, നഊദുബില്ലാ. നിനക്കുള്ള ശിക്ഷയാണ് നിനക്ക് നൽകുന്നതായ ബ്രാൻഡാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് 2 കൊല്ലങ്ങൾക്ക് മുമ്പ് നാദിറ എന്ന പേരുള്ള ഒരു ഉമ്മ തന്റെ 17 വയസ്സുള്ള പൊന്നുമോനെ കഴുത്ത് ഞെരിച്ച് രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് മകനെ കൊന്നുകളയുകയാണ്. എന്തിനാണ് കൊന്നത് എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് ആ ഉമ്മയോട് ചോദിക്കുമ്പോ 34 വയസ്സുള്ള ഉമ്മ ലോകത്തോട് പറഞ്ഞത്, എനിക്കാകെയുള്ളത് പൊന്നുമോനാണ്. എൻ്റെ മകൻ, എൻ്റെ ഭർത്താവ് പ്രവാസ ലോകത്താണ്. എൻ്റെ മകൻ വഴിതെറ്റിപ്പോയി, കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടു പോയി. കൂട്ടുകാരുമായി കള്ളും കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഇവനെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീട്ടിലേക്ക് കടന്നു വന്ന് എന്നെ കയറി പിടിച്ചു, എന്നെ വ്യഭിചരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇനിയും അത്തരത്തിലുള്ളതാകുന്ന അറ്റാക്കുകൾ ഉണ്ടായാൽ ഉമ്മയാകുന്ന എനിക്ക് താങ്ങാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഇവനെ കൊന്നുകളഞ്ഞത് എന്ന് പരസ്യമായി മീഡിയയോട് പറയുമ്പോ, പരസ്യമായി പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുമ്പോ, എവിടേക്കാണ് ഈ സമൂഹത്തിന്റെ പോക്കെന്ന് ചിന്തിക്കണേ. ആരാണ് ഈ ഉത്തരമെന്ന മതിലിന്റെ അപ്പുറത്ത് വാഴത്തോട്ടത്തിലേക്ക് ആ പെണ്ണിനെ വലിച്ചെടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് എറിയുകയാണ്. അതിലിവൻ ചാടിക്കടക്കുകയാണ്. ഓടിച്ചെന്ന് പെണ്ണിനെ കടന്നു പിടിച്ച് അവളെ വ്യഭിചരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ, പീഡിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോ ആ പെണ്ണ് കുതറി മാറിയിട്ട് ഓടുകയാണ്. സ്ഥിരമായി പോകുന്ന വഴിയിൽ തന്നെ പാവപ്പെട്ട പെണ്ണിനുണ്ടായ ഈ സംഭവം പെണ്ണടുത്ത വീട്ടിൽ വന്നുകൊണ്ട് തൻ്റെതാകുന്ന നാട്ടുകാരോട് ഈ വിഷയം പറയുകയാണ്. ആളുകൾ പരതുകയാണ്, ആളിനെ കാണുന്നില്ല. പോലീസ് കേസായി. പോലീസ് വന്നുകൊണ്ട് ചോദിച്ചു, അവന്റെ കോലം എന്താണ്, രൂപം എന്താണ്, അവന്റെ ഭാവം എന്താണ്? പെൺകുട്ടി പറഞ്ഞു കൊടുത്തു, ഒരു പൊടിമീശക്കാരനാണ്, നല്ല ആരോഗ്യ ദൃഢഗാത്രനാകുന്ന ചെറുപ്പക്കാരനാണ്. എന്നെ അവൻ കടന്നു പിടിച്ചു, ഞാൻ അവന് കീഴ്പ്പെട്ടില്ല, ഞാൻ കുതിറി ഓടിയിട്ട് രക്ഷപ്പെട്ടതാണ്. ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ചിട്ട് അടുത്തുള്ളതാകുന്ന കടകളിലെ, വീടുകളിലെ CCTV ക്യാമറകൾ പരിശോധിച്ച് ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോയുമായി വീഡിയോ ക്ലിപ്പുകളുമായി പോലീസ് ഉദ്യോഗസ്ഥർ വരുകയാണ്. ഇവനാണോ എന്ന് ചോദിക്കുമ്പോ പെൺകുട്ടി പറഞ്ഞു, ഇവൻ തന്നെയാണ്. ഞെട്ടിപ്പോയാണ് പോലീസുകാര്. കാരണം 16 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നടന്ന സംഭവമാണ്. ഈ അടുത്തിടെ നടന്നതാകുന്ന വാർത്ത നടന്ന സംഭവമാണ്. പഠിച്ചു വെക്കണേ. എന്തുകൊണ്ടാണ്
അവൻ ഇത്രയും ആരോഗ്യം? അവനേക്കാൾ പൊക്കമുള്ളതാകുന്ന, പൊക്കം കുറഞ്ഞ പൊടിമീശക്കാരനാകുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, നല്ല തടിച്ചുരുണ്ട ചെറുപ്പക്കാരൻ, 22 വയസ്സുള്ള അവന്റെ ഇത്തയുടെ പ്രായമുള്ള പെണ്ണിനെ കടന്നു പിടിച്ചിട്ട് വ്യഭിചരിക്കാൻ പരിശ്രമിച്ചതിന്റെ പിന്നിലുള്ള വസ്തുത എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ അവന്റെ ശരീരത്തിൽ ആൽക്കഹോളിന്റെ അംശം കൂടുതലാണ്. മാരകമാകുന്ന MDMA അടക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കടിമപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരനാണ്. 16 വയസ്സുള്ളതാകുന്ന ചെറുപ്പക്കാരനാണ്. പെങ്ങളെ, പഠിക്കേണ്ട പാഠമാണ്. ഇതിന് സാരമായി കാണേണ്ട വിഷയമല്ല. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി ഖുർആനിലൂടെ നേരത്തെ തന്നെ വ്യക്തമാക്കി പഠിപ്പിച്ചത്, ഇന്നമൽ ഖമറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജസും മിൻ അമലി ശൈത്താൻ فاجتنبوه لعلكم تفلحون. കള്ളം കഞ്ചാവുമായിട്ടുള്ള മോശപ്പെട്ട പ്രവണതകൾ നിങ്ങൾ ഒഴിവാക്കണേ, എങ്കിൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ദുനിയാവിൽ മാത്രമല്ല വിജയി, ഈ ദുനിയാവിൽ കുടുംബത്തിന് സ്വസ്ഥതയുണ്ടാവുക മാത്രമല്ല, ഭാര്യയ്ക്ക് സമാധാനം ഉണ്ടാവുക മാത്രമല്ല. എത്രയോ കുടുംബങ്ങളാണ് സങ്കടം പറയുന്നത്, ഉസ്താദേ എന്റെ ഭർത്താവ് കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിൽ വന്നുകൊണ്ട് ബഹളമാണ്, കച്ചറയാണ്, വീട്ടിൽ വന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കുകയാണ്, മക്കളെ എടുത്തിട്ട് അടിക്കുകയാണ്, ഞാനുമായി സ്ഥിരമായി വഴക്കാണ്, മാതാപിതാക്കളുമായി എപ്പോഴും ചൊറയാണ്, വീട്ടിലെ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, ജീവിതത്തിൽ എപ്പോഴും സമാധാനമില്ലായ്മയാണ്. എന്തുകൊണ്ടാണ്? കള്ളു കുടിക്കുന്നതിന്റെ പ്രശ്നമല്ലയോ? ഒഴിവാക്കിക്കൂടെ ചെറുപ്പക്കാരാ? ഈ ദുനിയാവിലും നിനക്ക് സമാധാനമാണ്, നിന്റെ കുടുംബത്തിനും ആശ്വാസമാണ്. തീർന്നില്ല ലഅല്ലകും തുഫ്ലിഹൂൻ. നാളെ ആഖിറത്തിലും നിനക്ക് സന്തോഷമാണ്. മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് എത്തുമ്പോഴും നിനക്ക് ആനന്ദമാണ്. അതുകൊണ്ട് മോശപ്പെട്ട സംസ്കാരങ്ങളെ വാരിപ്പുണരുന്നവരായി പ്രിയപ്പെട്ട തൃക്കരിപ്പൂരുള്ള സഹോദരിമാര് മാറല്ലേ. കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് കള്ളു കുടിക്കുന്നതാകുന്ന 17ന്റെ നിറകുടങ്ങളാകുന്ന സഹോദരിമാരും ഇന്ന് കുറവല്ല. കലാലയങ്ങൾ പോലും അത്തരത്തിൽ മാറ്റപ്പെട്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പെങ്ങള്, പൊന്നുമോള്, അവരുടേതാകുന്ന ജീവിത ശൈലി പോലും വിദ്യ നുകരുന്നുണ്ടോ എന്നുള്ള ചിന്തയാണ് സമൂഹത്തിന് നൽകുന്നത്. കാരണം മോശപ്പെട്ട വസ്ത്രവിധാനമാണ്, മോശപ്പെട്ട കൂട്ടുകാരാണ്, അന്യരുമായി ഒരുമിച്ചിരുന്നുകൊണ്ട് ബ്രേക്കുകളാണ്, അവനുമായി ഒന്നിച്ചിരുന്നുകൊണ്ട് സിനിമാ പാട്ടുകളാണ്. ഓരോ പുതിയ സിനിമകളിലോ ടൈറുകൾ കടന്നു വരുമ്പോ, അതിലുള്ള പാട്ടുകൾ കടന്നു വരുമ്പോ, അതിലുള്ള മോഡലുകൾ കടന്നു വരുമ്പോ, അതേ രീതിയിൽ അനുകരിച്ചുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ അശ്ലീലതകൾ പ്രചരിപ്പിക്കുന്ന കാലഘട്ടമാണ്. ദിവസങ്ങളും മിനിറ്റുകൾ മാറി അവരുടെ DP ഫോട്ടോകൾ ചേഞ്ച് ചെയ്യുന്ന അവസ്ഥയാണ്. പ്രൊഫൈൽ പിക്ചറുകൾ വാട്സാപ്പിൽ മാറ്റുകയാണ്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസിന്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയാണ്. എവിടേക്കാണ് സമൂഹം പോകുന്നത്? കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ പോലും പരസ്യമായി പരസ്യപ്പെടുത്തുന്ന മുസ്ലിം സഹോദരിമാർ ഇന്ന് നമുക്കിടയിലില്ലയോ? എവിടേക്കാണ് പോകുന്നത്? മനുഷ്യനിന്ന് ലജ്ജയില്ലാതായി. ആദരമായ പ്രവാചകനെ പറയുകയാണ്, അൽ ഹയാഉ വൽ ഈമാനു ഖുരിനാ